students, welcome back to our channel. 6ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാർക്ക് മാത്സ് എക്സാം ആനുവൽ എക്സാം ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരിക. ജസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ നമുക്ക് നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂട്ടുകാർ നോക്കാം. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. Activity 1. Angle of the shaded portion is the figure is 40%. 40 degree. അപ്പൊ എന്താണ്, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിൽ എന്താണ്, ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എത്ര, അതാണ് 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിലെ A question നോക്കി നോക്കാം. What is the angle of the unshaded portion? അപ്പൊ ബാക്കിയുള്ള ഈ unshaded portion, അതായത് ഇവിടുത്തെ മുതൽ ഇതുവരെയുള്ള ആംഗിൾ എത്രയായിരിക്കും? അപ്പൊ നമുക്കറിയാം എന്താണ്, ഒരു സർക്കിളിന്റെ മുഴുവൻ അളവ് എന്ന് പറഞ്ഞാൽ, മുഴുവൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 360 ആണ്. അപ്പൊ ആ 360 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള 40 ഡിഗ്രി കുറക്കുക. 40 ഡിഗ്രി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കി ഈ ഭാഗത്തെ ആംഗിൾ കിട്ടും. 360 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 300 എത്രയാണ്? 320. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം 320 ഡിഗ്രി. Okay, what part of the circle is shaded? അപ്പൊ സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പൊ ഇത്രയും പോകുന്ന സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഇത് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളിപ്പോ പറഞ്ഞു ഈ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ആണ്. ആ 360 ഡിഗ്രിയിൽ എത്ര ഭാഗമാണ് ഇത്? 40. അപ്പൊ എന്ത് എഴുതിയാ മതി? 40/360 എന്ന് എഴുതിയാ മതി. അല്ലെങ്കിൽ നമുക്ക് ഇത് വെട്ടിച്ചെറുതാക്കിയിട്ട് എന്ത് എഴുതാം? 1/9 എന്നും എഴുതാം. മനസ്സിലായില്ലേ? What part of the circle is shaded? സർക്കിളിന്റെ ഷെയ്ഡ് ചെയ്തത് എത്ര ഭാഗമാണ്? അപ്പൊ സർക്കിളിന്റെ ടോട്ടൽ 360 ആണ്. 360ന്റെ 40 ഭാഗമാണ് 40%. ഓക്കെ, ഇത് വെട്ടിച്ചെറുതാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്? അങ്ങനെയാണെങ്കിൽ അൺഷെയ്ഡഡ് എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 320 ഡിഗ്രിയാണ്. അപ്പൊ അൺഷെയ്ഡഡ് എന്ന് പറയുന്നത് 320 ഡിഗ്രി ഡിവൈഡഡ് ബൈ 320 ഡിഗ്രി ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും? ടോട്ടൽ 360. ഇത് അല്ലെങ്കിൽ നമുക്ക് ഇത് വെട്ടിച്ചെറുതാക്കിയിട്ട് 8/9 എന്നും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 എന്താ? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കി നോക്കാം. In the figure, angle DOC. DOC is twice of BOC. BOC എവിടെ? BOC. അപ്പൊ ആംഗിൾ DOC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? BOCയുടെ twice ആണ്, BOCയുടെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ what is the measure of angle DOC? ആംഗിൾ DOCയുടെ മെഷർ എന്തായിരിക്കും? അപ്പൊ പറഞ്ഞിട്ടുണ്ട് DOC എന്ന് പറഞ്ഞാൽ in the figure angle DOC is the choice of angle BOC. DOC നോക്കുക, BOC നോക്കുക. അങ്ങനെയാണെങ്കിൽ ചോയ്സ് ആണെങ്കിൽ എന്തായിരിക്കും DOC? ചോയ്സ് 36 ആണ്. 36 പ്ലസ് 36 ആയിരിക്കും DOC. 36 പ്ലസ് 36 ചെയ്ത് നോക്കാം. 36 പ്ലസ് 36 6 6 12, ബാക്കി 1 3 3 6 6 പ്ലസ് 1 7. അപ്പൊ എത്രയാണ് DOC? വാട്ട് ഈസ് ദ മെഷർ ഓഫ് DOC എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ മെഷർ ഓഫ് AOE? അപ്പൊ AOE എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക, A ഇവിടെ ഉണ്ട്, O ഇവിടെ ഉണ്ട്, E ഇവിടെ ഉണ്ട്. AOEയുടെ എന്തായിരിക്കും? എത്രയായിരിക്കും മെഷർ ഓഫ് AOE എന്ന് പറഞ്ഞാൽ 180ൽ നിന്ന് ഈ 72 മൈനസ് ചെയ്താൽ മതി. 180 മൈനസ് 72 which is equal to എത്ര കിട്ടും? 108 എന്ന് കിട്ടും. അപ്പൊ അതാണ് AOE. AOE 108 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ്
the measure of AOD. ഈ AOD എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, നമ്മളിത് ഇങ്ങനെ വരച്ചിട്ട് ഒരു ലൈന് വന്നിട്ട് ഒരു ലൈൻ കട്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞത് എന്താ? ലീനിയർ പെയർ ആയിരിക്കും, 180 ആയിരിക്കും. അപ്പൊ ആ 180യിൽ നിന്ന് 180 മൈനസ് ഇത് ചെയ്യാം, 108 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പോർഷൻ കിട്ടും. അപ്പൊ 180 മൈനസ് 108 ചെയ്താൽ 72 ഡിഗ്രി എന്ന് കിട്ടും. വേറെ മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതും കൂടി ആഡ് ചെയ്തിട്ട് അത് 180യിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ആ ആംഗിൾ കിട്ടും. ഓക്കെ, ഇനി എന്താ? Name any two linear pairs in the figure. തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും രണ്ട് ലീനിയർ പെയർസ് ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഇതാ ഈ ഒരു ലൈന് ഈ ലൈൻ വന്നിട്ട് കട്ട് ചെയ്യാണ്. അപ്പൊ ഇതൊരു ലീനിയർ പെയർ ആണ്. ദെൻ ഈ ലൈനിനെ ഈ ലൈൻ വന്ന് കട്ട് ചെയ്യാണ്, ഇതൊരു ലീനിയർ പെയർ ആണ്. അങ്ങനെ ഒരുപാട് ലീനിയർ പെയർസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. The total number of students in Manjadikunnu UP school in 2021-22 was എത്രയാണ്? 900.60% of them were girls and the rest of were boys. What percentage of the total are boys? What is the number of girls? Okay, അപ്പൊ നമുക്ക് കുറച്ച് questions തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? The total number of students in Manjadikunnu UP school in 2021-22 was എത്രയാണ്? അവരൊരു പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത്. എന്താണ്? 960% of them were girls and the rest were boys എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ what percentage of the total are boys? ഇതില് എത്ര പെർസെന്റേജ് ആയിരിക്കും ബോയ്സ് ഉണ്ടാവുക? Then അങ്ങനെ കുറച്ച് questions ആണ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം.